ഹായ് എവ്രിവൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കരിക്കുലം സ്റ്റഡീസ് എന്ന 5ാമത്തെ മൊഡ്യൂളിൽ വരുന്ന കരിക്കുലം ഇവാലുവേഷൻ മോഡൽസിൽ സ്ക്രിവൻസ് മോഡൽ ആൻഡ് കിർക്പാട്രിക്സ് മോഡൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കരിക്കുലം ഇവാലുവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ADDIE മോഡൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച കാര്യമായിരുന്നു എന്താണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ എന്താണ് കരിക്കുലം ഇവാലുവേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെഷനിൽ തന്നെ ഇത് കൂടാതെ വേറെ 2 മോഡൽസ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ടൈലേഴ്സ് മോഡൽ ആൻഡ് സ്റ്റേക്ക് മോഡൽ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ സ്ക്രിവൻസ് മോഡൽ ആൻഡ് കിർക്പാട്രിക്സ് മോഡൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് കരിക്കുലം ഇവാലുവേഷൻ എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു ADDIE മോഡൽ എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ലാസ്റ്റ് ഫേസിൽ വരുന്ന ഒരു കാര്യമാണ് ഇവാലുവേഷൻ. അപ്പോൾ ആദ്യം അനലൈസ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം അനലൈസ് ചെയ്യുന്നു, പിന്നെ ഡിസൈൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഫൈനലി അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീഡ്ബാക്ക് ആണ് അല്ലേ. അതായത് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്, ആക്ച്വൽ ഔട്ട്കം എന്താണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. Curriculum evaluation, the term curriculum evaluation has historically been used to refer to the evaluation of curriculum products and to the evaluation of curriculum programs within the specific field context. അപ്പോൾ ഇത് നമ്മൾ കരിക്കുലം പ്രൊഡക്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കരിക്കുലം പ്രോഗ്രാംസ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്കം ആണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യത്തെയാണ് കരിക്കുലം ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കരിക്കുലം ഇവാലുവേഷനിൽ വരുന്ന 4 മോഡൽസ് ആണ് ടൈലേഴ്സ് മോഡൽ, സ്റ്റേക്ക് മോഡൽ, സ്ക്രിവൻസ് മോഡൽ ആൻഡ് ഫൈനലി കിർക്പാട്രിക്സ് മോഡൽ. അപ്പോൾ ഈ 4 മോഡലിനെ കുറിച്ചാണ് നമുക്ക് എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സ്ക്രിവൻസ് മോഡൽ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ സ്റ്റഡീസ്, അതായത് ഈ ഇവാലുവേഷനിൽ അതിൻ്റെ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്തുള്ള ക്രൈറ്റീരിയാസ് ആണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഓർ ക്രെഡിബിലിറ്റി, ഇമ്പോർട്ടൻസ് ഓർ ടൈംലിനെസ്, റെലവൻസ്, സ്കോപ്പ് ആൻഡ് എഫിഷ്യൻസി. അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, കരിക്കുലത്തെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അവിടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാലിഡിറ്റി, ആ ഒരു കരിക്കുലത്തിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ റിലയബിലിറ്റി നോക്കണം. റിലയബിലിറ്റി നമുക്കറിയാം, നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ കാര്യം തന്നെ നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന ഒരു രീതിയാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഓർ ക്രെഡിബിലിറ്റി, ഇമ്പോർട്ടൻസ് ഓർ ടൈംലിനെസ്, റെലവൻസ്, അതിന് റെലവൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ സ്കോപ്പ് ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ ചുമ്മാ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോയെന്നും നമ്മൾ ആ ഒരു ഇവാലുവേഷൻ എന്നുള്ളൊരു ഫേസസിൽ നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ക്രൈറ്റീരിയ ഫോർ കരിക്കുലം ഇവാലുവേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്താണ് സ്ക്രിവൻസ് മോഡൽ എന്നുള്ളത് നോക്കാം. സോ സ്ക്രിവൻസ് മോഡൽ ഈസ് ഡെവലപ്ഡ് ബൈ മൈക്കൽ സ്ക്രിവൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ. അപ്പോൾ ആ ഒരു ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്താ ഗോൾ ഫ്രീ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസോ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സോ വരുന്നില്ല. അതായത് നമുക്കറിയാം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ADDIE മോഡൽ എടുക്കുന്ന സമയത്ത് അവിടെ ഇവാലുവേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാ, ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള അനലൈസ് എന്നുള്ളൊരു ഫേസിൽ നമ്മൾ അവിടെ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അനലൈസ് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നു, അടുത്ത ശേഷം ക്ലാസ് റൂമിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ആ ഒരു ഔട്ട്കം കിട്ടിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവാലുവേഷൻ എന്നുള്ളൊരു ഫേസിൽ വരുന്നത്. പക്ഷെ ഇവിടെ സ്ക്രിവൻസ് മോഡലിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നില്ല. പകരം അവിടെ ഇവാലുവേഷൻ എന്താ, ഇങ്ങനെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തല്ലാതെ അല്ലെങ്കിൽ ഒരു ഗോളിനെ ബേസ് ചെയ്തല്ലാതെ അവിടെ ഔട്ട്കം വന്നോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ സ്ക്രിവൻസ് മോഡലിൽ ചെക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഗോൾ ബേസ്ഡ് ഇവാലുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇവാലുവേഷൻ ഭയങ്കര കുറഞ്ഞു പോവാണ് അല്ലേ. അതായത് ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് അവിടെ അച്ചീവ് ചെയ്തോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവാലുവേഷൻ എന്നുള്ളൊരു ഫേസിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുട്ടി ആദ്യം ഒരു പാഠം പഠിക്കുന്ന സമയത്ത് ആദ്യം ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ അത് അച്ചീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളൊരു കാര്യം മാത്രമേ ടീച്ചർ അവിടെ അസസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്ക്രിവൻസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താ, ഈ ഒരു അച്ചീവ്മെന്റ്, അതായത് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ട് കാര്യമില്ല, അവിടെ ഒരു ലാർജ്ലി ഒരു നല്ലൊരു ഔട്ട്കം ആണ് വേണ്ടത്. അപ്പോൾ അതൊരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് അതിനനുസരിച്ച് ഇവാലുവേഷൻ നടത്തരുത് എന്നുള്ള രീതിയിലാണ് സ്ക്രിവൻ പറയുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം. ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ വാസ് ക്രിയേറ്റഡ് ഇൻ 1972 ബൈ മൈക്കൽ സ്ക്രിവൻ. അപ്പോൾ 1972 ഈ ഒരു ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ മൈക്കൽ സ്ക്രിവൻ കൊണ്ടുവന്നത്. Michael Scriven was the first to question the assumption that the goals or objectives are crucial in the evaluation process. അപ്പോൾ ഇതുവരെ ഈ ഒരു 1972 വരെ ആരും ഇങ്ങനെ ഒരു ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഗോൾ ബേസ്ഡ് ഇവാലുവേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇവിടെ മൈക്കൽ സ്ക്രിവൻ ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് ദ ടേം ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ്. അപ്പോൾ ഇതും എക്സാമിന് ചോദിച്ചൊരു കാര്യമാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. നമുക്കറിയാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ ഫൈനൽ, അതായത് ആ ഒരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ഫൈനലി അസസ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഈ രണ്ട് ടേംസും കൊണ്ടുവന്നത് മൈക്കൽ സ്ക്രിവൻ ആണ്. അപ്പോൾ ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉള്ളൊരു ടേം, ആ ഒരു ടേംസ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ മൈക്കൽ സ്ക്രിവൻ ആണ്. Okay, and Scriven realized that the evaluations were influenced by the project's goals, which led to the low quality of evaluations. അതായത് ഇവിടെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്താൽ ആ ഒരു ഇവാലുവേഷന്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞു പോകുന്ന പറഞ്ഞു. അതായത് കുട്ടികളുടെ ആക്ച്വൽ ഔട്ട്കംസ് അവരുടെ ആക്ച്വൽ ഔട്ട്കംസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് മൈക്കൽ സ്ക്രിവൻ പറയുന്നത്. Therefore, he proposed the new model called goal-free evaluation in program evaluation, which is defined as a model in which official or stated program goals and objectives are withheld or screened from the evaluator. അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മൈൻഡിൽ, അതായത് ഇവാലുവേറ്ററുടെ മൈൻഡിൽ ഈ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഗോൾസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സോ ഒന്നും കടന്നു വരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോക്കസ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്തോ എന്നുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ കാര്യം മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അല്ലാതെ കുട്ടിയുടെ ഔട്ട്കം എന്താണ്, എല്ലാ രീതിയിലുള്ളൊരു ഹോളിസ്റ്റിക് ഔട്ട്കം കുട്ടിക്ക് കിട്ടിയോ എന്നുള്ളൊരു കാര്യം ഇവാലുവേറ്റർ ചെക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ ബേസ്ഡ് ഇവാലുവേഷനെ ഒപ്പോസ് ചെയ്യാണ് ഇവിടെ മൈക്കൽ സ്ക്രിവൻ ചെയ്യുന്നത്. അതുപോലെ സ്ക്രിവൻസ് മോഡലിൽ മൈക്കൽ സ്ക്രിവൻ പറയുന്നത് ഇവിടെ ഇവാലുവേറ്റർ എപ്പോഴും ഒരു അൺബയാസ്ഡ് ഒബ്സർവർ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് യാതൊരുവിധ പാർഷ്യാലിറ്റി ഇവിടെ ഇല്ല. അതുപോലെ ഇവാലുവേറ്റർക്ക് എന്താണ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഉള്ളതും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺബയാസ്ഡ് ഒബ്സർവർ ആയിരിക്കും ഇവിടുത്തെ ഇവാലുവേറ്റർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. In conducting a goal-free evaluation, the evaluator functions as an unbiased observer who begins by generating a profile of needs for the group served by a given program. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഇവാലുവേഷൻ മെത്തേഡിൽ ഇവാലുവേറ്റർ ഇവിടെ ഒരു അൺബയാസ്ഡ് ഒബ്സർവർ ആയിരിക്കും. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക, അൺബയാസ്ഡ് ഒബ്സർവർ എന്നുള്ളത്. അപ്പോൾ അതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. Scriven's main contribution obviously was to redirect the attention of evaluators and administrators to the importance of unintended effects, a redirection that seems especially useful in education. അതായത് ഈ ഒരു എഡ്യൂക്കേഷനിൽ തന്നെ ഇത്തരം ഒരു കാര്യം വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൈക്കൽ സ്ക്രിവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവാലുവേറ്റേഴ്സിനെ ഈ ഒരു ഗോൾ ഫ്രീ ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് മൈക്കൽ സ്ക്രിവൻ പറയുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ സ്ക്രിവൻസ് മോഡലിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു ഇവാലുവേറ്റർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് അച്ചീവ് ചെയ്തോ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷെ ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡലിൽ ഇവിടെ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഔട്ട്കം ആണ് ഇവിടെ വന്നോ ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഔട്ട്കം ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡലിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് സ്ക്രിവൻസ് മോഡൽ ഈസ് ദാറ്റ് ഇറ്റ് അലോസ് ദ ഇവാലുവേറ്റേഴ്സ് ടു ബി അറ്റൻറ്റീവ് ടു എ വൈഡർ റേഞ്ച് ഓഫ് പ്രോഗ്രാം ഔട്ട്കംസ് റാദർ ദാൻ ജസ്റ്റ് ലുക്ക് ഫോർ ദ പ്രോഗ്രാം. അതായത് ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം അവിടെ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാന്ന് എന്നതിലുപരി അവിടെ ആക്ച്വൽ ഔട്ട്കം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഔട്ട്കത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്ക്രിവൻസ് മോഡലിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരം ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 യാതൊരു ബന്ധമില്ലാത്ത സ്ക്രിവൻസ് മോഡലിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ വൈഡർ റേഞ്ച് ഓഫ് ഔട്ട്കം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഇവാലുവേഷൻ നടക്കുന്നത് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസിനെ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും അത് സ്ക്രിവൻസ് മോഡൽ ആണെന്നുള്ളത്. ഓക്കെ, and in other words it is quite hard for the evaluators to assess the educational programs using GFE, that is goal free evaluation, as they just know the model in theory and there is a lack of knowledge of the model in practice. അതായത് ജസ്റ്റ് ഒരു ഇവാലുവേറ്റർക്ക് ആ ഒരു തിയറിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ വൈഡർ റേഞ്ച് ഓഫ് ഔട്ട്കം അദ്ദേഹത്തിന് ഇവാലുവേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത് ഈ സ്ക്രിവൻസ് മോഡലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇവാലുവേറ്റർക്ക് മാത്രമേ ആക്ച്വൽ ഔട്ട്കം അവിടെ അസസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്ക്രിവൻസ് മോഡലിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രിവൻസ് മോഡലിനെ കുറിച്ച് നമുക്ക് കരിക്കുലം ഇവാലുവേഷൻ മോഡലായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കിർക്പാട്രിക്സ് മോഡലിനെ കുറിച്ചും കൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കിർക്പാട്രിക്സ് മോഡൽ, അല്ലെങ്കിൽ അത് ആരാണ് ഡെവലപ്പ് ചെയ്തത്, അതുപോലെ അതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കിർക്പാട്രിക്സ് മോഡൽ എന്നുള്ളത് നോക്കാം. The Kirkpatrick's model was developed in the 1950s by Donald Kirkpatrick as a way to evaluate the effectiveness of the training of supervisors and has undergone the multiple iterations since its inception. അതായത് അവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ഒരു കിർക്പാട്രിക്സ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രെയിനിങ് പ്രോഗ്രാംസ് എഫക്റ്റീവ് ആയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മോഡലാണ് കിർക്പാട്രിക്സ് മോഡൽ. അപ്പോൾ കിർക്പാട്രിക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തത് ഡൊണാൾഡ് കിർക്പാട്രിക് ആണ്. അതുകൊണ്ടാണ് ആ ഒരു മോഡലിന് ആ ഒരു പേര് വന്നത്. അതുപോലെ ഡെവലപ്പ് ചെയ്തത് 1950s. ഓക്കെ, 1950s ഈ ഒരു മോഡൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസ്, വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്കറിയാം. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ കരിക്കുലത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആവാം, അല്ലെങ്കിൽ ഇത് മെയിൻ ആയിട്ടും കൊമേഴ്സ് എന്നുള്ള ഒരു ഏരിയയിലും പേപ്പർ 2 ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളൊരു ഏരിയയിലും ഈ കിർക്പാട്രിക്സ് മോഡൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ സാധാരണ ട്രെയിനിങ് പ്രോഗ്രാംസിൽ അത് അച്ചീവ് ചെയ്തോ, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഔട്ട്കം അവിടെ അച്ചീവ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇവാലുവേഷൻ, കരിക്കുലം ഇവാലുവേഷൻ മോഡലാണ് കിർക്പാട്രിക്സ് മോഡൽ. Okay, so the Kirkpatrick's model was developed in the 1950s by Donald Kirkpatrick as a way to evaluate the effectiveness of the training of supervisors and has undergone multiple iterations since its inception. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ട്രെയിനിങ് എഫക്റ്റീവ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് Kirkpatrick's model. Okay, the Kirkpatrick model is probably the best known model for analyzing and evaluating the results of training and educational program. അപ്പോൾ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ സാധാരണ ബിസിനസിന്റെ കാര്യം, കൊമേഴ്സിന്റെ കാര്യം എന്നല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് എനി സ്റ്റൈൽ ഓഫ് ട്രെയിനിങ്, ബോത്ത് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ, ടു ഡിറ്റർമൈൻ ദ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ഓൺ 4 levels ഓഫ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷനിൽ ട്രെയിനിങ്, അല്ലെങ്കിൽ അത് കരിക്കുലത്തിൻ്റെ ട്രെയിനിങ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ആവാം. അപ്പോൾ ഏതൊരു രീതിയിലുള്ള ട്രെയിനിങ് ആണെങ്കിലും ഇവിടെ 4 മോഡൽസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 4 levels ഓഫ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കിർക്പാട്രിക്സ് മോഡലിൽ 4 levels ഓഫ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്.
അതൊരു ഹൈറാർക്കിയൽ ഓർഡർ ആയിട്ടാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ആൻഡ് ഫൈനലി ഫോർത്ത് ലെവൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് പോകും, അതും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് പോകും, ആൻഡ് ഫൈനലി ഫോർത്ത് ലെവലും കൂടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് എഫക്റ്റീവ് ആയി എന്ന് ഇവാലുവേറ്റർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 ലെവൽസ് ഓഫ് ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദി കിർക്പാട്രിക്സ് മോഡൽ. അപ്പോൾ ഇതാണ് ഇവിടെ 4 ലെവൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈറാർക്കിയൽ ഓർഡറിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഏറ്റവും ബേസിക് ലെവലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലാണ് റിയാക്ഷൻ എന്നുള്ള ലെവൽ. അടുത്ത ലെവൽ, അതായത് റിയാക്ഷൻ എന്നുള്ള ലെവൽ അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് പോകും, ദാറ്റ് ഈസ് ലേണിംഗ്. ആൻഡ് അടുത്ത ലെവൽ, തേർഡ് ലെവൽ ബിഹേവിയർ, ആൻഡ് ഫൈനലി ഫോർത്ത് ലെവൽ റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്, ദെൻ ലേണിംഗ്, ദെൻ ബിഹേവിയർ ആൻഡ് ഫൈനലി റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നിട്ട് ഷഫിൾ ചെയ്ത് ചോദിച്ചിട്ട് കറക്റ്റ് ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ട്, റിയാക്ഷൻ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ലെവലും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ലെവൽ ഈസ് റിയാക്ഷൻ. അതായത് ഈ റിയാക്ഷൻ എന്നുള്ള ഈ ഒരു ലെവലിൽ അവിടെ പാർട്ടിസിപ്പൻസ്, അതായത് ട്രെയിനിങ് പ്രോഗ്രാംസിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസ് സാറ്റിസ്ഫൈഡ് ആയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ക്രൈറ്റീരിയ ആയിട്ട് കിർക്പാട്രിക്സ് പറയുന്നത്. അപ്പോൾ ഇവാലുവേഷൻ അറ്റ് ദിസ് ലെവൽ മെഷേഴ്സ് ഹൗ പാർട്ടിസിപ്പൻസ് ഇൻ എ ട്രെയിനിങ് പ്രോഗ്രാം റിയാക്ട് ടു ഇറ്റ്. അതായത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതാണ് റിയാക്ഷൻ എന്നുള്ള ലെവൽ. ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് ഓഫൻ കോൾഡ് എ സ്മൈൽ ഷീറ്റ്. ഓക്കെ, സ്മൈൽ ഷീറ്റ് എന്നും ഈ ഒരു റിയാക്ഷൻ ലെവലിനെ സ്മൈൽ ഷീറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് നെക്സ്റ്റ് ലെവൽ ഈസ് ലേണിംഗ്. ഓക്കെ, ലേണിംഗ് എന്നുള്ള ലെവലാണ് അടുത്ത ലെവലായിട്ട് വരുന്നത്. അസസിങ് അറ്റ് ദിസ് ലെവൽ മൂവ്സ് ദ ഇവാലുവേഷൻ ബിയോണ്ട് ലേണർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അറ്റംപ്റ്റ്സ് ടു അസസ് ദ എക്സ്റ്റെന്റ് സ്റ്റുഡൻസ് ഹാവ് അഡ്വാൻസ്ഡ് ഇൻ സ്കിൽസ്, നോളേജ് ഓർ ആറ്റിറ്റ്യൂഡ്. അതായത് അവിടെ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആയോ, അല്ലെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാംസിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ലേണിംഗ് സംഭവിച്ചോ എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലേണിംഗ് സംഭവിച്ചോ എന്ന് പറയുമ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നടന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്കിൽസ് ഉണ്ടായോ, ആ ഒരു നോളജ് ഉണ്ടായോ, അല്ലെങ്കിൽ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വന്നോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലാണ് ലേണിംഗ് എന്നുള്ള ലെവൽ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ലെവലായിട്ട് കിർക്പാട്രിക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ഇൻ സ്കിൽസ്, നോളജ് ഓർ ആറ്റിറ്റ്യൂഡ്, അതായത് അവർക്ക് ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ആയോ, അവർക്ക് അതിനൊരു നോളജ് കിട്ടിയോ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലേണിംഗ് എന്നുള്ള ലെവലിൽ അസസ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ലെവലാണ് ബിഹേവിയർ. ബിഹേവിയർ എന്നുള്ള ലെവലിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ലെവലിൽ അവിടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ലെവലിൽ അവർക്ക് ആ സ്കിൽസ് അക്യൂർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നോളജ് അക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ നോളജ് അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ലെവലാണ് ബിഹേവിയർ എന്നുള്ള മൂന്നാമത്തെ ലെവലായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തെ നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ബിഹേവിയർ എന്നുള്ളത്. സോ ദിസ് ലെവൽ മെഷേഴ്സ് ദ ട്രാൻസ്ഫർ ദാറ്റ് ഹാസ് ഒക്കേർഡ് ഇൻ ലേണേഴ്സ് ബിഹേവിയർ ഡ്യൂ ടു ദ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം അവരുടെ ബിഹേവിയർ മാറിയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ബിഹേവിയർ ലുക്സ് ആസ് ഇഫ് ദേ ആർ യൂട്ടിലൈസിങ് വാട്ട് ദേ ലേൺഡ് അറ്റ് വർക്ക്. അതായത് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കിട്ടിയ കാര്യം അവർ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലെവൽ. ആൻഡ് ദ ഫോർത്ത് ലെവൽ ഓഫ് കിർക്പാട്രിക്സ് മോഡൽ ഈസ് ദ റിസൾട്ട്. ഓക്കെ, റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിഹേവിയറിൽ നമുക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കത് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ക്ലാസ് റൂം എന്ന് പറയാൻ കാരണം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഇപ്പോൾ സാധാരണ കിർക്പാട്രിക് മോഡൽ എന്ന് പറയുമ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസിനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർക്കത് അവരുടെ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ലെവലാണ് റിസൾട്ട് എന്നുള്ള ലെവൽ. Okay, that is this level measures the success of the program in terms that the managers and executives can understand
ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ എക്സെട്ര. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബിസിനസിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ എഡ്യൂക്കേഷന്റെ കേസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആയോ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അത് നല്ല രീതിയിൽ ക്ലാസ് റൂമിൽ എഫക്റ്റീവ് ആക്കാൻ, ടീച്ചിങ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് എഫക്റ്റീവ് ആക്കാൻ ടീച്ചേഴ്സിന് സാധിക്കുന്നുണ്ടോ, ആ ഫൈനൽ, അതായത് അവർക്ക് ആ ഫൈനൽ ഔട്ട്കം അവരിലോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ലെവലാണ് റിസൾട്ട് എന്നുള്ള ലെവൽ. അപ്പോൾ ഇതാണ് 4 ലെവൽസ്. കിൽപാട്രിക് മോഡലിന്റെ 4 ലെവൽസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. റിയാക്ഷൻ പറഞ്ഞു, ലേണിംഗ് പറഞ്ഞു, ബിഹേവിയർ ആൻഡ് ദെൻ റിസൾട്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ടുള്ള ഒരു ലെവലാണ്, ഹയസ്റ്റ് ലെവലാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കിൽപാട്രിക് മോഡലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് സിമ്പിളാണ്, അത് സിമ്പിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതുപോലെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ലെവൽസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതായത് നമുക്ക് ഓരോരുത്തരെയും നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്നുണ്ടോ എന്നതിലുപരി ഇവിടെ കൂടുതലായിട്ടും ഓരോ സ്റ്റേജ് അവർക്ക് ആ ഓരോ സ്റ്റേജിലും അവർക്കത് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാം എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളത് ഓരോ ലെവലിലായിട്ട് ഇവാലുവേറ്റർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഔട്ട്ലൈൻസ് എ ക്ലിയർ, സിമ്പിൾ ടു ഫോളോ പ്രോസസ് ദാറ്റ് ബ്രേക്സ് അപ്പ് ആൻ ഇവാലുവേഷൻ ഇൻ ടു മാനേജബിൾ മോഡൽസ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഇവാലുവേഷൻ എന്നുള്ള പ്രോസസ്സിനെ തന്നെ 4 രീതിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഡൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇവാലുവേറ്റർക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. And it works with both traditional and digital learning programs, whether in person or online. അതായത് ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാംസ് ആണെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാംസ് ആണെങ്കിലും 2 രീതിയിലാണെങ്കിലും അവിടെ ഇവാലുവേഷൻ നടക്കുന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. And it is highly flexible and adaptable model, making it easy to implement across different environments and fields. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡിന് മാത്രമല്ല, നമുക്ക് ഏതൊരു ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് എഫക്റ്റീവ് ആയോ നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു കിൽപാട്രിക് മോഡൽ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇൻസ്ട്രക്ടേഴ്സ് വിത്ത് എ മീൻസ് ഓഫ് ഗ്യാതറിംഗ് ഫീഡ്ബാക്ക് ടു കണ്ടിന്യൂലി ഇംപ്രൂവ് ദയർ ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് മെത്തേഡ്സ്. അതായത് ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിയാക്ഷൻ ആണ് ഒന്നാമത്തെ ലെവൽ. അപ്പം ആ ഒരു ലെവലിൽ തന്നെ അവിടെ ട്രെയിനിങ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവർ ആയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ലെവൽ എടുക്കുന്ന സമയത്ത് ലേണിംഗ് എന്നുള്ളൊരു ലെവലാണ്. അപ്പോൾ ആ ലെവൽ എടുക്കുന്ന സമയത്ത് അതിൽ അവർക്ക് എഫക്റ്റീവ് ആയോ, ആ ട്രെയിനിങ് പ്രോഗ്രാം എഫക്റ്റീവ് ആയോ, അവിടെ ലേണിംഗ് നടന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ ലേണിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് വീണ്ടും അവർക്ക് ഫെർദർ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ലെവൽസിലായിട്ട് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കിൽപാട്രിക് മോഡലിൻ്റെ എടുത്ത് പറയേണ്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം 4 ലെവൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 ലെവൽ എന്ന് പറയുമ്പോൾ അത്ര കുഴപ്പം പിടിച്ച ലെവലല്ല. കാരണം ആ ഒരു അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നാമത്തെ ലെവലിൽ. രണ്ടാമത്തെ ലെവലിൽ ലേണിംഗ് നടന്നോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ ക്വിസസ് നടത്തിയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ ഫസ്റ്റ് ലെവലിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സർവേ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നടത്തിയാൽ മതി. അപ്പോൾ അത്തരം പ്രോസസ്സിലൂടെ നമുക്ക് അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ 3ാമത്തെ ലെവൽ അല്ലെങ്കിൽ 4ാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈ ഓർഡർ ലെവൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവാലുവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവാലുവേറ്റർ ആണെങ്കിലും അത്ര എക്സ്പേർട്ട് ആയിരിക്കണം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അതായത് അവരുടെ ബിഹേവിയറിൽ മാറ്റം വന്നോ എന്നൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ് ആൻഡ് കോസ്റ്റ്ലി ആണ്. കാരണം എന്താ, ഒത്തിരി നമുക്ക് ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് കണ്ടക്ട് ചെയ്യാനുള്ള ഒത്തിരി കോസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്. അപ്പോൾ അത് മെയിൻ ആയിട്ട് പറയേണ്ട ഡിസഡ്വാൻറ്റേജസ് ആണ്. So the 3rd and 4th levels are more time consuming to employ correctly and can be costly to implement. Organizations will need to plan accordingly to take advantages of these higher levels. അപ്പോൾ ഇത്തരം ഹയർ ലെവൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പ്ലാനിങ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം ആൻഡ് ഓർഗനൈസേഷൻസ് വേണം. അത്തരം കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. And also, even with carefully developed metrics, it may not be possible to directly prove the efficacy of the program without a long-term and consistent measurement of result.
അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ നടത്തേണ്ട കാര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. The Kilpatrick model is only employed after a training or instructional program is finished, which means it's harder to adjust or improve a training that is in progress. അതായത് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ആ ട്രെയിനിങ് പ്രോഗ്രാം മൊത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആയോ, ആ ട്രെയിനിങ് പ്രോഗ്രാം എഫക്റ്റീവ് ആയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം മൊത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ റിസൾട്ടോട്ട് എത്താൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കിൽപാട്രിക് മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് ചിലപ്പോൾ കിൽപാട്രിക് മോഡലിൻ്റെ അഡ്വാൻറ്റേജോ ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജസോ ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പം നമുക്ക് അറിയണം അത് ശരിയാണോ തെറ്റാണോ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രിവൻസ് മോഡൽ ആൻഡ് കിൽപാട്രിക് മോഡലിനെ കുറിച്ച് നമുക്ക് എഡ്യൂക്കേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നോക്കുന്നുണ്ട്. സോ ഡിസംബർ 2018 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളൊരു ഏരിയയിൽ നിന്ന് കൊമേഴ്സിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാനത് എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഡ്യൂക്കേഷന് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡിൽ ഇത് ഉൾപ്പെടുത്തിയത്. സോ ഡിസംബർ 2018 കൊമേഴ്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അക്കോർഡിംഗ് ടു ഡൊണാൾഡ് കിൽപാട്രിക്, ട്രെയിനിങ് പ്രോഗ്രാംസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് അറ്റ് 4 levels. Indicate the code of correct sequence from the following. ഓക്കെ, 4 levels ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിനെ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. So first one is result, second one is reaction, third one is learning and the fourth one is behavior. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് റിയാക്ഷൻ, സെക്കൻഡ് വൺ ഈസ് ലേണിംഗ്, തേർഡ് വൺ ഈസ് ബിഹേവിയർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റിസൾട്ട് എന്നുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ റിയാക്ഷൻ ആണ്. അപ്പോൾ 2 ആണ് ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സിയിൽ മാത്രമേ 2 ഫസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ സി ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഫസ്റ്റ് വൺ 2 ആണ്, അടുത്തതായിട്ട് വരുന്നത് 3. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ ലേണിംഗ് ആണ്, ശരിയാണ്. അടുത്തത് 4 ദാറ്റ് ഈസ് ബിഹേവിയർ ആൻഡ് ദ ഫൈനൽ വൺ ഈസ് റിസൾട്ട്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഇനി എക്സ്പെക്ട് ചെയ്യാൻ, അതായത് അടുത്ത നെറ്റ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ സ്ക്രിവൻസ് അപ്രോച്ച് ടു കരിക്കുലം ഇവാലുവേഷൻ. അതായത് സ്ക്രിവൻസ് അപ്രോച്ച് ടു കരിക്കുലം ഇവാലുവേഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗോൾ ബേസ്ഡ് ഇവാലുവേഷൻ, ഓപ്ഷൻ ബി ഗോൾ ഫ്രീ ഇവാലുവേഷൻ, ഓപ്ഷൻ സി ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയില്ലാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രിവൻസ് മോഡൽ നമ്മൾ പഠിച്ചു, നമ്മൾ ഓൾറെഡി സ്ക്രിവൻസ് മോഡൽ പഠിച്ചു, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആ ഒരു ടേം കൊണ്ടുവന്നത് മൈക്കിൾ സ്ക്രിവൻ ആണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഗോൾ ഫ്രീ ഇവാലുവേഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ സ്ക്രിവൻസ് അപ്രോച്ച് ടു കരിക്കുലം ഇവാലുവേഷൻ. അതായത് കരിക്കുലം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് സ്ക്രിവൻസ് കൊടുത്തൊരു കാര്യം, അല്ലെങ്കിൽ സ്ക്രിവൻസ് മോഡൽ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്താ? ഗോൾ ഫ്രീ ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇതും നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ക്രിവൻസ് മോഡലിന് അറിയപ്പെടുന്ന പേരെന്താന്നുള്ളത്. അപ്പോൾ ഗോൾ ഫ്രീ ഇവാലുവേഷൻ ആണ്. ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, അതായത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആ ഒരു ടേം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാലും അത് മൈക്കൽ സ്ക്രിവൻ ആണ്. So here the correct option is option B. Okay, അടുത്ത question. Which of the following best describe the Scriven's goal-free model of curriculum evaluation? അതായത് സ്ക്രിവൻ്റെ ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ എ ഫോക്കസസ് ഓൺ ദ അലൈൻമെന്റ് ഓഫ് കരിക്കുലം ഗോൾസ് വിത്ത് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഫോക്കസസ് ഓൺ ദ അലൈൻമെന്റ് ഓഫ് കരിക്കുലം ഗോൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം സ്ക്രിവൻസ് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ഗോൾ ഫ്രീ ഇവാലുവേഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഗോൾസിനോ കരിക്കുലം ഗോൾസിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനോ ഒരു പ്രാധാന്യം വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി.
And option B evaluates the curriculum based only on the actual outcomes regardless of the intended goals. ഓക്കെ, അപ്പോൾ കരിക്കുലം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവിടെ ആക്ച്വൽ ഔട്ട്കംസിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും റിഗാർഡ്ലെസ് ഓഫ് ദ ഇന്റൻഡഡ് ഗോൾസ്, അവിടെ ഗോൾസിനെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി നോക്കാം, എംഫസൈസസ് ദ ഫോർമേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദി കരിക്കുലം ഡെവലപ്മെന്റ്. അതായത് കരിക്കുലം ഡെവലപ്മെന്റ് ഫോർമേറ്റീവ് ആസ്പെക്ട്സ് മാത്രം നോക്കിയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി പ്രയോറിറ്റൈസ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ ഇവാലുവേഷൻ പ്രോസസ്. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബി ആണ് പറയാനായിട്ട് സാധിക്കുക. കാരണം എന്താ, ഇവാലുവേറ്റ്സ് ദ കരിക്കുലം ബേസ്ഡ് സോൺലി ഓൺ ദ ആക്ച്വൽ ഔട്ട്കംസ് റിഗാർഡ്ലെസ് ഓഫ് ദ ഇന്റൻഡഡ് ഗോൾസ്. അതായത് അവിടെ ആക്ച്വൽ ഔട്ട്കംസിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ കരിക്കുലം ഗോൾസിനെ ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഗോൾ ഫ്രീ ഇവാലുവേഷൻ മോഡൽ ബൈ മൈക്കൽ സ്ക്രിവൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രിവൻസ് മോഡലിനെ കുറിച്ചും അതുപോലെ കിൽപാട്രിക് മോഡലിനെ കുറിച്ചും നമ്മുടെ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.